ഒരു ദിവസം 2 പൊതി ഭക്ഷണമെങ്കിലും എൻ്റെ വരുമാനത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കാതെ ഞാൻ ഈ കൊച്ചി നഗരത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിട്ട് ഒരിക്കലും ഒരാൾക്കും ഒരു നന്മ ചെയ്യാൻ പറ്റില്ല. എൻ്റെ പേര് അനസ് പാണാവള്ളി എന്നാണ്. കഴിഞ്ഞ 18 വർഷക്കാലമായി കൊച്ചി നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഉപജീവനം നടത്തി വരുന്നത്. ഒരിക്കലൊരു പെരുന്നാൾ ദിവസമാണ് ഞാൻ കുണ്ടന്നൂർ ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് ഒരു പൊതി ഭക്ഷണം വാങ്ങി കൊടുത്തിട്ടാണ് ഒരു പെൺകുട്ടിക്ക് ഭക്ഷണ വിതരണം തുടങ്ങിയത്. ആ പെൺകുട്ടിക്ക് തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരു ഓട്ടോറിക്ഷ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അങ്ങനെ സ്ഥിരം ഞാൻ കൊടുത്തു തുടങ്ങിയപ്പോൾ നമ്മൾ കല്ലൂരി ഒരു ബാബു ചേട്ടൻ്റെ കടയുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഞാൻ അവിടെ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ച് എന്താണ് ഇങ്ങനെ ഭക്ഷണം വാങ്ങണമെന്ന്. അങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞിങ്ങനെ വഴിയിലുള്ള ആളുകൾക്ക് കൊടുക്കാനായിരുന്നു. അന്ന് മുതൽ പുള്ളിക്കാരൻ എനിക്ക് 10 പൊതി ഭക്ഷണം വെറുതെ തരുമായിരുന്നു. രാത്രി ഞങ്ങളിങ്ങനെ നൈറ്റ് ഓടാൻ കിടക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു 3 പേര് അടിയുണ്ടാക്കണം നമ്മൾ കാണുന്നത്. ആ 3 പേരിൽ ഒരാളുടെ കയ്യിൽ നിന്നൊരു പൊതി താഴത്ത് വീഴുകയും ഞാനങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആരോ 3 പേരിൽ ഒരാൾക്ക് കൊടുത്ത ഭക്ഷണപ്പൊതിക്ക് വേണ്ടിയാണ് അവിടെ ഇടിയുണ്ടായതെന്നാണ്. ആ ഭക്ഷണപ്പൊതി താഴെ വീഴുമ്പോൾ അവരുടെ ഇടി അവിടെ അവസാനിക്കുക. അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരു വലിയ വേദന ഉണ്ടായിരുന്നു. നമുക്ക് ചുറ്റും ഇത്തരം ആളുകൾ ഉണ്ടെന്ന് അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അന്ന് ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ ഭക്ഷണ വിതരണം തുടങ്ങി വെച്ചത്. ഞാൻ ഈ രാവും മുഴുവൻ ഓട്ടോറിക്ഷ ഓടിച്ച് വളരെ ടയേർഡായാണ് വീട്ടിൽ ചെല്ലുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾക്കൊക്കെ നടുവിലും എനിക്ക് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അത് ഒരു പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തിയുടെ ഭാഗമായിരിക്കും.